മരുമകനല്ല, ഒരു മോനായിരുന്നു. എല്ലാ കാര്യത്തിലും അൽഹംദുലില്ലാഹ് വളരെ ഹൈറായ രൂപത്തിലായിരുന്നു ഞങ്ങളുടെ ഇടപഴകലും ഞങ്ങളുടെ ബന്ധങ്ങളും അതെല്ലാതും. പക്ഷേ നിർഭാഗ്യം അള്ളാഹുവിൻ്റെ ഖദറെത്തി. ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കണമെന്ന് എഴുതിയിട്ട് എൻ്റെ മോളൊരു മുസ്ലിയാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതായിരുന്നു. അതാണ് എൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു മുസ്ലിയാരായിരുന്നു. പക്ഷേ അവനക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാഹു ഞങ്ങളെയാണ് നിശ്ചയിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഞങ്ങളെ കൂടെ ജീവിക്കുന്ന സമയത്തിൽ പൈസി എന്ന് വിളിക്കുക എന്നല്ലാതെ പൈസിൻ്റെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. മരിച്ചപ്പോഴാണ് പൈസ ഒരു വലിയ ആളായിരുന്നു, എല്ലാ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഈ ചാനൽ കാണുന്നവരോടും മറ്റുള്ളവരോടും എല്ലാവരോടും പറയാതെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്ഷമക്ക് വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ മോളുടെയും ക്ഷമക്കും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥിക്കണം. മോൾക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിക്ക് ഇറങ്ങുമ്പോൾ ഡ്രസ്സ് എടുത്തു കൊടുത്ത് തലയിൽ കെട്ടാള തലപ്പാവും എടുത്തു കൊടുത്ത് തിരിച്ച് പറഞ്ഞ് ചായ കൊടുത്ത് പറഞ്ഞയച്ച മോനാണ്. ഈ വെള്ളിയാഴ്ച ആകുമ്പോൾ കാണില്ല. ആ ഒരു സങ്കടം പറഞ്ഞിട്ടാണ് ഇന്ന് അസുഖം വരാനും ഹോസ്പിറ്റലിലേക്ക് പോകാനും ഉണ്ടായ ഏക കാരണം. ഇനിയും വെള്ളിയാഴ്ചകൾ വരും. എൻ്റെ മോൾക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറയാറുള്ളൂ.